ചില ആഴ്ചകളായിട്ട് fundamental doctrines, അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. For a few weeks we have been talking about the fundamental doctrines of Christianity. അതെല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല. Most people might not like the message. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം വേർപാട്, സെപ്പറേഷൻ എന്നുള്ളതാണ്. And right now we are talking about the topic separation. അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കാറുള്ളത് ഇങ്ങനെയാണ്. The fundamental truth that we learn is like this. Doctrines, മാനസാന്തരപ്പെടണം. That we need to repent. രക്ഷിക്കപ്പെടുക. അത് കഴിഞ്ഞ് സ്നാനപ്പെടണം. And then after salvation comes baptism. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. Then comes the baptism of the Holy Spirit. വേർപാട് അനുഷ്ഠിക്കണം. And you need to live a life of separation. കൂട്ടായ്മയുടെ ബന്ധം ആവശ്യമാണ്. You need to have a fellowship. അപ്പം നുറുക്കൽ ആവശ്യമാണ്. You need to have the breaking of the bread. പ്രാർത്ഥന ആവശ്യമാണ്. You need to have prayer life. ഇതെല്ലാം അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നിന്നാണ് നാം പഠിക്കുന്നത്. And we learn this from Acts chapter 2. നമ്മൾ വേർപാടിനെ കുറിച്ച് കഴിഞ്ഞ 1-2 പ്രാവശ്യം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. And about devotion and separation we have already talked about it a couple times. ഉപദേശത്തിൽ നാം വേർപാടുള്ളവരായിരിക്കണം. We need to have separation in the gospel. Doctrines, അനേക രീതിയിലുള്ള ഉപദേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം പാർക്കുന്നത്. We live in a day and age where there are different doctrines that come up every day. എന്നാൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടാത്ത ഒരു ഉപദേശത്തിന്റെയും പിന്നാലെ നാം പോകുവാൻ ഇടയാകരുത്. But we should be very careful not to go after any doctrine that is not of the word of God. പ്രത്യേകിച്ച് ഇന്ന് നാം കേൾക്കുന്ന ടിവിയിലൂടെ കാണുന്ന ഒത്തിരി ഡോക്ട്രൈൻസ് നമുക്ക് ആകർഷണീയമായി തോന്നും. പക്ഷേ ബൈബിൾ ബേസ്ഡ് അല്ലെങ്കിൽ അതിനോട് നാം ഒട്ടും അടുക്കുവാൻ പാടില്ല. There are many doctrines that we see through the television media these days, but if it is not of the word of God, we shouldn't be attracted to those. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടി ഉഴലുന്ന ശിശുക്കളെ പോലെ ആകരുത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. The word of the Lord says that you shouldn't sway like babies who just go with the wind. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ച് വേർപാട് പാലിച്ച് നാം ജീവിക്കണം എന്നുള്ളതാണ്. And secondly, we thought about having a life of holiness and separation. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വേർപാട് എല്ലാവരും കാണുവാനും മറ്റുള്ളവർ കാണുവാൻ ഇടയാകണം. In every stage of our life, other people should see the holiness that is in us. ദൈവം തന്റെ സഭയെ ലോകത്തിലാണ് ആക്കിയിരിക്കുന്നത്. The Lord has established His church on earth. എന്നാൽ സാത്താൻ ചെയ്യുന്നത് ലോകത്തെ സഭയിലാക്കുകയാണ് ചെയ്യുന്നത്. But what Satan wants is to have the world come into the church. ഇന്ന് നമുക്കത് എല്ലായിടത്തും കാണുവാനായി സാധിക്കുന്നുണ്ട്. We see the evidence of that in different places. ദൈവമാണ് വേർപാട് സ്ഥാപിച്ചിരിക്കുന്നത്. The Lord is the one who established separation and devotion. ഉൽപ്പത്തി 1:4 നാം വായിക്കുന്നു, ദൈവം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു എന്ന്. In Genesis chapter 1 verses 4 we see that God separated the dark from the light. അന്നു മുതൽ ദൈവത്തിന്റെ പ്രവൃത്തിയിലെല്ലാം ഇരുളും വെളിച്ചവും രണ്ടായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. And since that time, since the beginning, you see God has separated light from the dark in everything that He does. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ, when the Lord came to this earth, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ in the book of John chapter 15, അവിടെ കർത്താവ് 18 മുതൽ 19 വാക്യങ്ങൾ പറയുകയാണ്, ലോകം നിങ്ങളെ പകയ്ക്കും. And verses 18 and 19 says that the world might hate you. അത് പകയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. And don't be surprised if the world hates you. അത് ആദ്യം എന്നെ പകച്ചിരിക്കുകയാണ്. Why? Because they've hated me first. നിങ്ങൾ ലോകക്കാരല്ല. You are not of this world. നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. And we are a group that is separated from the world that we live in. ചർച്ച എന്നുള്ളതിന്റെ ഗ്രീക്ക് പദം എക്ലീഷ്യ എന്നാണ്. And the Greek term for the word church is ecclesia. അതിന്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നാണ്. The meaning of that word is a group that is separated and devoted. അതുകൊണ്ട് നാം ലോകക്കാരല്ല, ലോകം നമുക്ക് അനുകൂലമായിരിക്കത്തില്ല. Therefore you might be living in this world, but the world is not for you. World is not favorable to you. അവിടെ കർത്താവ് പറഞ്ഞു നാം ലോകക്കാരായിരിക്കരുതെന്ന്. Therefore the Lord says don't be of this world. അപ്പോസ്തലന്മാർ എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. All the apostles said the same thing. സഭയുടെ ബർത്ത്ഡേ ദിവസമാണ് പത്രോസ് പ്രസംഗിച്ചത്. We know the start of the church, the birthday of the church is when Peter had a sermon. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, നമ്മുടെ വിഷയം 2:40 ആണല്ലോ. And we read that in Acts chapter 2 verses 40. ഈ വക്രതയും കോട്ടയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. And be saved from this wicked generation that you live in. പത്രോസ് തന്നെ തന്റെ തുടർന്നുള്ള ലേഖനങ്ങളിലും അത് തന്നെ വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
and again, Apostle Peter, Saint Peter, he reminds us of that. 1 പത്രോസ് 2:11 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 Peter chapter 2 verses 11 we read like this. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരൻ ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ നിങ്ങൾ നടപ്പ് നന്നായിരിക്കണം. അപ്പോൾ നാം മറ്റുള്ള ജെന്റൈൽസിന്റെ നടുവിൽ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയി കാണിക്കണമെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. What Peter says in this verse is that through your life, through the actions and the ways that you have in your life, you need to show a life of separation to the Gentiles of the world. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നമുക്കറിയാം. Romans chapter 12 verses 2 is familiar to all of us. അത് പൗലോസ് പറഞ്ഞതാണ്. It is what is said by Paul. എന്താണ് പറഞ്ഞിരിക്കുന്നത്? What he says. ഈ ലോകത്തിന് അനുരൂപരാകരുത്. Do not be conformed to this world. ഈ ലോകത്തിന്റെ പാറ്റേണിനോട് കൺഫോം ചെയ്യാതെ ട്രാൻസ്ഫോംഡ് ആയി ദൈവത്തിന്റെ വചനത്താൽ ട്രാൻസ്ഫോംഡ് ആയി രൂപാന്തരപ്പെട്ട് ജീവിക്കണം. Do not be conformed to the patterns of the world, but be transformed by the word of the Lord. Hallelujah. ജീവിതത്തിൽ ഒരു വേർപാട് ആവശ്യമാണ്. Therefore you need to have a life of separation in your life. നമ്മളെല്ലാം ലോകത്തിൽ ജീവിക്കുന്നവരാണ്. All of us live on this earth. നമ്മളെല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. All of us work for our wages. ജോലി ചെയ്യാൻ വേദപുസ്തകം പറയുന്നുണ്ട്. The word of the Lord says that you need to work for your money. എന്നാൽ നാം ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരും ദൈവമക്കളായിരിക്കണമെന്നില്ല. But where you work, everybody may not be saved. നമുക്ക് അന്യായമായ അനുഭവങ്ങളൊക്കെ ജോലി സ്ഥലത്ത് ലഭിച്ചെന്ന് വരാം. There could be different experiences that you go through at your workplaces. നമുക്ക് പെട്ടെന്ന് മിടുക്കരാകാൻ ഒരുപാട് ചാൻസസ് ലഭിച്ചെന്ന് വരാം. Sometimes you could be going very smart at your. There are chances that you could go very smart at your workplace. എന്നാൽ ഞാൻ ഒരു ദൈവവേദനാണ്, ഞാൻ ഒരു വേർപെട്ടവനാണ്, വേർപെട്ടവളാണ് എന്നുള്ള ചിന്തയോടുകൂടെ വേണം നാം എല്ലായിടത്തും ആകുവാനായി. But wherever you are, wherever God placed you in your life, you have to understand, I am a child of God, I am a daughter and a son of God. നമ്മെ കാണുന്നവർ നാം ദൈവവേദനാണെന്നുള്ളത് സാക്ഷ്യം പറയുവാനിടയാകും. Those who see you should testify that he or she is the son of God. ഗലാത്യർ 6:14 നാം വായിക്കുന്നു, നാം ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. In Galatians chapter 6 we read like this, that you are crucified unto the world. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിന്റെ രീതികളല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർമ്മിച്ചു 1-ാം സങ്കീർത്തനം, യെരമ്യാവിന്റെ പുസ്തകം, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. ഇതെല്ലാം പറഞ്ഞതായതുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. I'm not repeating what was said this before. In Psalms 1 we read about not sitting along with the mockers, and we read about a life of separation. ഇനി നാം ഓർത്തിരിക്കേണ്ടത് നാം അവിശ്വാസികളുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം. And the next thing that we're going to talk about is how should our relationship be with unbelievers. പൗലോസിന്റെ ലേഖനത്തിലേക്ക്, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. Let us turn our attention to the book of Corinthians. നമുക്ക് പരിചയമുള്ള ഭാഗമാണ് 1 കൊരിന്ത്യർ 6-ാം അധ്യായം. We all know about 1 Corinthians chapter 6. 2 കൊരിന്ത്യർ 6-ാം അധ്യായം. 2 Corinthians chapter 6. അവിടെ പറയാണ്, നിങ്ങൾ അവിശ്വാസികളോട്, ഇനി ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇണയില്ല പിണ കൂടരുത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And you shouldn't quarrel with those of the unbelievers. Do not be yoked together with unbelievers. അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത്. Do not be yoked together with unbelievers. അത് മെയിനായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് നാം വ്യാഖ്യാനിക്കുന്നത്. What we read here is usually read at weddings. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും മറ്റുള്ളവരുമായുള്ള ബന്ധം നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. But in every stage of our life we have to keep together the relationship that we have with others. നമ്മൾ ചിന്തിച്ചപോലെ നമ്മളെല്ലാവരും ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്. Like we said before, we all live in this world. നമുക്ക് എല്ലാവരെയും വേണ്ടിയവരാണ്. And everybody is important to us. നാം ഐസൊലേറ്റഡ് ആയി ആരോടും ഒരു ടച്ചും ഇല്ലാതെ ജീവിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. Word of the Lord does not say that we need to be isolated and do not have any touch with others. എന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ക്ലോസർ ആയിട്ടുള്ളത് ഒരു വിശ്വാസിയുമായിട്ടുള്ളതുപോലെ അവിശ്വാസിയുമായിട്ടാകുവാനായിട്ട് പാടില്ല. But the relationship that we have with the believers should not be the same as what we have with the unbelievers. വേദപുസ്തകത്തിൽ നമുക്ക് പല ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. We see many examples from the Word of God. യഹോശാഫാത്ത് ഒരു നല്ല രാജാവായിരുന്നു. Jehoshaphat was a good king. അന്നേരം അതിന്റെ പേരിൽ വടക്ക് ഇസ്രായേലിൽ ഭരിച്ചിരുന്ന ആഹാബ് എന്ന് പറയുന്ന പരമദുഷ്ടനായ രാജാവ്. And we see also there was an evil king by the name of Ahab. എന്നാൽ ആഹാബ് യഹോശാഫാത്തും തമ്മിൽ സംബന്ധം കൂടി. But you see that
there was a relationship between King Ahab and King Jehoshaphat. You see that they had some relationship that went along with their kingdom. And we see that in 2 Chronicles 18. He says that your God is my God, we are all one. And he is a king who was separated and worshipped idols. But Jehoshaphat was a king who served the Lord and him alone. But as a result of that relationship, both of them went into a war. And we read that people thought Jehoshaphat was actually Ahab and came right next to him to kill him. But because he was afraid of that, and he started crying to the Lord, Lord, save his life. What I just read here is because he had a relationship with that unbeliever. Therefore, all the relationship that we have in our life should be chosen very carefully. When you come to the book of Ezra. And he brought his people to his own land. Ezra was a teacher to his people. Even though he was a great teacher, he saw that there was a great problem amongst the Israelites. We read that in Ezra chapter 9 verse 6. He talks about the relationship that they have with other Gentiles. And you see that they went through the bad habits and the bad things that they were doing. In verses 2 we read like this. They have taken some of their daughters and wives and themselves and their sons and have mingled with the holy race of peoples around them. We see that the leaders and the officials have had their way, the first way in this relationship. What did Ezra do is what we read in verses 3. When I heard this, I tore my tunic and cloak, pulled my hair from my head and beard, and sat down appalled. What happened here was very burdening to Ezra. And the people of God's chosen people have intermingled with the Gentiles. This chosen generation was intermingled with the Gentiles. All the leaders and officials did not consider this as a great thing. What happened here? Why did it become such a great burden to Ezra? That is what we read in verses 4. You see that he trembled before the word of God. And those who trust God and his word will live a life of holiness. They will have a life of separation. You see that as a result they took a decision in their life. Whatever relationship that they had prior to this, they
കല്യാണം കഴിക്കുന്നവരുണ്ട്, അടുത്ത വർഷമുണ്ട്, 10 വർഷമുണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിക്കാനുള്ളവരുണ്ട്. There are many kids who are about to get married next year, the year after that, and as they're growing up, they'll get into married life. എന്നാൽ വേദപുസ്തകം പറയുന്നു വിശ്വാസി അവിശ്വാസിയുമായി ഇടയിലാപ്പന കൂടരുത്. The word of the Lord says that you do not have to have a relationship with those of an unbeliever. ഒരു ദൈവവേദൽ വേറൊരു ദൈവവേദൽ അല്ലാത്ത ആളുമായി ഒരിക്കലും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. A believer cannot marry someone who is not an unbeliever. നല്ല സ്വഭാവമുള്ള ആളായിരിക്കാം. That person could be having a good moral standard. വലിയ സ്നേഹം ഉണ്ടായിരിക്കാം. They could have so much love for you. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരുമായിട്ട് മാത്രമേ ബന്ധമാകാവൂ. But if you give importance to God, you should only marry those who give that same importance to God as well. വർഷങ്ങൾക്ക് മുമ്പ് CH പർജന്റെ അടുത്ത് ഒരു സഹോദരി യൗവനക്കാരി ടീനേജർ കഴിഞ്ഞതായ ഒരു പെൺകുട്ടി കടന്നു ചെന്നു. And there was years ago a small teenager came to C.H. Spurgeon. ടീനേജർ കഴിഞ്ഞിട്ട് അത് അവള് പറഞ്ഞു, ഞാനൊരു യൗവനക്കാരനെ കണ്ടു, ഞങ്ങൾ വളരെ സ്നേഹമാണ്, വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. And she's after her teenage years, she's about to get married. She said that I saw a young man, I'm getting ready to marry him. സ്പർജൻ ചോദിച്ചു, അവൻ ദൈവവശ പൈതലാണോ എന്ന് ചോദിച്ചു. Spurgeon asked her, is he saved? Is he a child of God? അവള് പറഞ്ഞു, ഇപ്പോഴല്ല, പക്ഷെ അവനാകുമെന്ന് പറഞ്ഞു. And she said that he's not right now at this moment, but he will be. ഞാൻ അവന്റെ കൂടെ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവൻ തന്നെ ഈ മാർഗത്തിൽ വരുമെന്ന് പറഞ്ഞു. And she said that I'm sitting with him, I'm praying with him, and after I marry him, probably he'll come to Christ. ഞാൻ അവനെ എൻകറേജ് ചെയ്ത് അവനെ അവിശ്വാസിയായി അവനെ ലിഫ്റ്റപ്പ് ചെയ്ത് ദൈവവേദലാക്കുമെന്ന് പറഞ്ഞു. And she said that he is an unbeliever right now, but I'm going to pray with him, I'm going to lift him up, and I'm going to make him a believer of God. അങ്ങനെ ചിന്തിക്കുന്ന പലരും കണ്ടേക്കാം. There could be many such people that you might know. ചിലപ്പോൾ നടന്നു വരാൻ മിക്കവാറും അത് നടക്കത്തില്ല. But sometimes that unbeliever might be a believer, but most cases it won't happen. ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയെന്ന് ചിന്തിച്ചാൽ മതി, പക്ഷേ അതിനപ്പുറത്ത് ചിന്തിക്കരുത്. If it ever happened like that, then think that it is the grace of God. Above that, don't think anything else. സ്പർജൻ പറഞ്ഞു, കുട്ടി നീ പറയുന്നത് ശരിയാകത്തില്ല. And Spurgeon said, oh dear daughter, what you're saying is wrong. നീ ഒരു ദൈവവേദലാണ്. You are a child of God. രക്ഷിക്കപ്പെടാത്ത അവൻ ദൈവവേദനല്ല, പിശാചിന്റെ മകനാണ്. This unbeliever man of yours that you're talking about, he is a son of the devil. നീ ഇപ്പൊ ഉയർന്ന നിലയിലാണ് ആയിരിക്കുന്നത്. Right now you have a great position. നീ ഒരു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. And why don't you stand on a chair? എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുക, നീ എന്നെ പിടിച്ചു പൊക്കാൻ പറഞ്ഞു. And said that I'll sit here, why don't you lift me up? അവള് കസേരയിൽ നിന്നു. And she started climbing on the chair. സ്പർജന്റെ കയ്യെ കയറി പിടിച്ചു. And she held on to the hands of Spurgeon. വളരെ ശക്തമായിട്ട് പൊക്കാൻ നോക്കി, നടന്നില്ല. With great force she tried to lift him up, but that did not happen. എന്നിട്ട് സ്പർജൻ പറഞ്ഞു, ഇനി ഞാൻ നിന്നെ പിടിച്ച് താഴോട്ട് ഇറക്കാൻ നോക്കുക എന്ന് പറഞ്ഞു. And Spurgeon said that now I'm going to try to bring you down from the chair. അവിടെ നീ ബലമായിട്ട് അവിടെ നിന്നോണം എന്ന് പറഞ്ഞു. Therefore stand strong on the chair. സ്പർജൻ ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് താഴോട്ട് വലിച്ചു. And he held her hands and he pulled. അവൾ താഴെ വീണു. And she fell down. ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. Spurgeon said this is exactly what will happen. നീ ദൈവവേദന, നീ മുകളിലാണ്. Oh, you are a child of God, you're up right now. എന്നാൽ നീ സ്നേഹിക്കുന്നെന്ന് പറയുന്ന അവൻ ദൈവവേദനല്ല, അവൻ താഴെയാണ്, പിശാചിന്റെ മകനാണ്. But this person that you say that you love is an unbeliever, he's down there. നീ അവനെ പൊക്കുകയല്ല, നീ തന്നെ താഴെ വീഴുമെന്ന് പറഞ്ഞു. You try to lift him up, but he'll pull you down. വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. And this group of believers intermingled with the Gentiles. അതുകൊണ്ട് വിശ്വാസി അവിശ്വാസിയുമായി ഇടയില്ലാത്ത കൂടുവാൻ പാടില്ല. Therefore you cannot have a relationship with an unbeliever. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും നാം വേർപെട്ടവരാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി വേണം നാം ജീവിക്കുവാനായി. In every walk and way of our life we need to have the assurance that you have a separated life from the world. ഈ ലോകത്തിന് അനുരൂപമായി നാം ജീവിക്കുവാനായിട്ട് പാടില്ല. You cannot live a life that has conformities towards the world. ഈ പാപപ്രകൃതിയിൽ നാം വിശുദ്ധരായി മറ്റുള്ളവർക്ക് നമ്മെ തന്നെ കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. And in the sinful world we have to be holy among those who have sin in their life. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ശത്രുവാണ് ലോകമെന്ന്. When the word of the Lord says, it tells us that the enemy is this world that we live in. ലോകം, ജഡം, പിശാച് ഇതെല്ലാം നമുക്ക് എതിരായിട്ടുള്ളതാണ്. This world, the body and the devil is all against us. ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ നാളുകളേക്കാൾ, കഴിഞ്ഞ നൂറ്റാണ്ടുകളേക്കാൾ ലോകം ഇന്ന് ഗ്രേറ്റർ എനിമിയാണ്, കൂടുതൽ ശത്രുവാണ് ഒരു ദൈവവേദന. A great man of God
വലിയ greater power-ഓടുകൂടിയാണ് ലോകം അപ്രോച്ച് ചെയ്യുന്നത്. But today you see the world is approaching with a greater power than that. ഒത്തിരി ഫേവർ കാണിക്കുന്നതായിട്ടാണ് ലോകം നമ്മുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നത്. You see that there is a world that has so much favor towards you. ഒത്തിരി സമ്പത്ത് തരുന്നതായിട്ടാണ് ലോകം നമ്മോട് അപ്രോച്ച് ചെയ്യുന്നത്. It is a world that portrays great wealth and promises great wealth for you. ഒത്തിരി ഹോണേഴ്സ് ഉണ്ട്, നമുക്ക് ഒത്തിരി വലിയ കാര്യങ്ങൾ, റിവാർഡ്സും പ്രൊട്ടക്ഷനും ഒക്കെ ലോകം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. And this is what the world of today promises. There is great wealth, there is great promises that it gives you in your life. ഇന്ന് ലോകം ഒരു ദൈവവേദനയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഡേഞ്ചറസ് എനിമിയായിട്ടല്ല, വളരെ നല്ല ഒരാളായിട്ടാണ്. എങ്ങനെയെങ്കിലും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനാണ് ലോകം ശ്രമിക്കുന്നത്. The world that portrays itself in front of us is not as an enemy, but as a great friend, so that you can be lured into this world. എന്നാൽ ഈ ലോകത്തിൽ നാം ദൈവമക്കളായി ശോഭിക്കേണ്ടത് ആവശ്യമാണ്. But it is very important that we need to shine forth for God in this world. ജോൺ വെസ്ലി പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന, പാപത്തെ വെറുക്കുന്ന 100 പേരെ എനിക്ക് തരിക, ഞാൻ ഈ ലോകത്തിന്റെ അവസ്ഥയ്ക്ക് തന്നെ വ്യത്യാസം വരുത്താമെന്നാണ്. As John Wesley said, let God give me just 100 people who hate sin but love the Lord, and I can make a change in this അത് world. ക്ലർക്കിയെന്നോ ലേമാനെന്നോ ഇല്ല, അവര് മതി സാത്താന്റെ സിംഹാസനത്തെ തകർക്കുവാൻ, ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ പണിയുവാൻ. It doesn't matter what their position in this world is, but give them to me, and they can destroy the head of the devil and establish the kingdom of God on earth. സംഖ്യാപുസ്തകത്തിൽ നാം ബിലെയാമിന്റെ കാര്യം വായിക്കുന്നുണ്ടല്ലോ. We read in Numbers about Balaam. ബിലെയാം ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്ന കാര്യം നമുക്കറിയാം. We know what he talks about the Israelites. അവൻ പറയുകയാണ്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. സംഖ്യ 23:9 ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. You see that he talks about these great people, that they are living a life of separation and they are not counted among the Gentiles. തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു ജനം. And this is a group of people who cannot be counted among the Gentiles. അവർ പ്രത്യേകതയുള്ള ജനമാണ്. They have a certain peculiarity in their life. അവരെ കുറിച്ച് പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അടുത്ത തുടർന്നുള്ള വാക്യങ്ങളിലുണ്ട്, ആവിചാരം അവർക്ക് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ അവരോട് ഒക്കെയുമില്ല എന്ന് പറഞ്ഞാൽ തനിച്ചു വാഴ്ക്കുന്ന, ദൈവത്തിന് സെപ്പറേറ്റ് ആയി ജീവിക്കുന്ന ഒരു ദൈവവേദനെ തൊടുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. What that means is that no matter how you try or what schemes that you use, you cannot touch the children of God that live a separated life. ദൈവവൈതലിനെ കാണുമ്പോൾ തന്നെ അവനൊരു വേർപെട്ട വൈതലാണെന്നുള്ളത് ലോകത്തിന് ബോധ്യമാകണം. The world should know as soon as he sees you that you are a child of God. ഞാനും നിങ്ങളും ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ വേഷം കൊണ്ടും നാം ഒരു ദൈവവൈതലാണെന്നുള്ളത് നാം ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. You and me, as we live in this world, through the words that we say, through the works of our hands, and the way that we show ourselves to the world should know that we are a child of God. Hallelujah. ഒരു ദിവസം യെരൂശലേം ഒത്തിരി വർഷം മുമ്പ് സന്ദർശിച്ചപ്പോൾ ഒരു പുണ്യ സ്ഥലത്ത്, ക്രിസ്ത്യൻസിന്റെ ഒരു പുണ്യ സ്ഥലത്ത് ഒരു ഭയങ്കര ബഹളവും വഴക്കവും ഒക്കെ കേട്ടു. Several years ago in Jerusalem, when we visited a holy place, a holy place of the Christians, there was a great quarrel going on. ഗ്രീക്ക് ഓർത്തഡോക്സിന്റെ, അർമേനിയൻ ക്രിസ്ത്യൻസിന്റെ ഒക്കെ വകയായിട്ടുള്ള സ്ഥലമാണ്. It was a place of the Greek Orthodox of Armenian Christians. അവിടെ മനോഹരമായ പള്ളിയുണ്ട്. There was a beautiful temple there. ആ പള്ളിയുടെ വാതിൽക്കൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു കൂട്ടം ടൂറിസ്റ്റുകളോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ് കേട്ടത്. What we saw was a man who was sitting at the gates, at the doors of the temple, is quarreling with the tourists that came there. അന്വേഷിച്ചപ്പോൾ അവിടെ കാണാൻ വന്ന ഒരു സ്ത്രീ, അവളുടെ വേഷം അത്ര നന്നായില്ല. And what happened was a person who came there as a tourist, her figure was not all that great. What she wore was not all that pleasant. ആ പള്ളിക്കകത്തോട്ട് അവളെ കയറ്റി വിട്ടില്ല. And she was not allowed to go into that temple. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുണ്യസ്ഥലം, അവിടെ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. And as far as she is concerned, it's a holy place, she can go in. എന്നാലും ഈ മനുഷ്യൻ പറയാം, നീ ബീച്ചിൽ പോകുന്നവരാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നത്, നിനക്ക് നാണമില്ലയോ എന്ന് പറഞ്ഞ് മുട്ട വഴക്കുണ്ടാക്കുന്നത് കേട്ടു. And you see that this man was so furious, and he said, are you coming into this holy temple as if you're going to the beach? Are you not ashamed of the clothes that you're wearing? ദൈവവേദൽ അവന്റെ വേഷത്തിലും ഭാഷണത്തിലും അവന്റെ ഇടപാടിലും ഒക്കെ ഒരു വിശുദ്ധനായി വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. A child of God should have the holiness in his life through the clothes that he wears, and
result of this world getting into the church gradually and gradually, there are changes that are happening these days. ഞാൻ പറയുന്ന കാര്യങ്ങൾ വേഷത്തെ കുറിച്ചൊക്കെ അല്പം പറയാതെ ഇവിടെ ഉള്ളവരെ ആരും ഉദ്ദേശിച്ചല്ല, ആരും അങ്ങനെ ഉണ്ടെന്ന് കരുതിയല്ല, നിങ്ങൾ ആരും എന്നോട് പിണങ്ങരുതെന്ന് ഓർമ്മിക്കുന്നു. I'm going to say certain things here about the way that people have to look when they come to church, but it's not about you. I'm saying this to the Word of God. വേദോസ്തം പറയുന്നു നാം യോഗ്യമായ വസ്ത്രം ധരിക്കുന്നവരായിരിക്കണം. What the Lord says that you need to be dressed appropriately. യോഗ്യമായ വസ്ത്രം എല്ലായിടത്തും ധരിക്കേണ്ടത് ആവശ്യമാണ്. An appropriate dress or attire is very important wherever you go. പ്രത്യേകിച്ച് വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങൾ, സഹോദരിമാർ അവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രധാരണം ധരിക്കാൻ പാടില്ല. Especially young girls as they grow up and they need to wear clothes that do not reveal any parts of their body. Talk show ഒക്കെ ചിലപ്പോൾ ഞാൻ റേഡിയോയിൽ ഇങ്ങനെ കേൾക്കാറുണ്ട്. Sometimes I listen to talk show on the radio. ഒരു മെയിൻ്റനൻസുകാരൻ വളരെ കുട്ടിച്ച് റേഡിയോയിലൂടെ പറയുന്നതാണ് ഒരു ദിവസം കേട്ടത്. And one day I saw a maintenance man saying through the radio like this. എയർ കണ്ടീഷൻ ഹീറ്ററൊക്കെ ഫിക്സ് ചെയ്യാൻ അദ്ദേഹത്തിന് പോകണം. And he wants to go to fix air conditioner and heater. അത് ദൈവവേദനൊന്നുമല്ല. And he is not a believer. ഈ മനുഷ്യൻ ചോദിക്കുക, ഈ സ്ത്രീകൾക്കൊന്നും ലജ്ജയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. This man is asking, aren't these women ashamed? അവരെ റേപ്പ് ചെയ്യുന്നതിന് അത്ഭുതമൊന്നുമില്ല. ശരിക്കും വസ്ത്രധാരണം ചെയ്തുകൊണ്ട് എന്താ ഓഫീസിൽ ഇവർക്ക് വന്നാൽ കുഴപ്പമെന്നാണ് മനുഷ്യൻ ചോദിക്കുന്നത്. I'm not surprised if they become raped. Why can't they wear good clothes and come to the office? വേദോസ്തവം പറയുന്നു യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം. What the Lord says, you need to have an appropriate attire before the Lord. ദൈവവേദനയിൽ വളരെ സിമ്പിളായും വളരെ യോഗ്യമായ രീതിയിലായിരിക്കണം ലേഡീസ് ആയാലും മെൻ ആയാലും വസ്ത്രധാരണം ചെയ്യേണ്ടത്. Child of God, if you are a believer of God, whether it be a man or a woman, you need to have a proper attire and a simple attire when you come before the presence of God. ചില സമയത്തൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ടീനേജേഴ്സും കുറച്ചുകൂടെ പ്രായമായ ആണുങ്ങള് ഒരു ബെൽറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. Sometimes when I walk through the road, I see teenagers or slightly young teens. I sometimes think I need to buy a belt for them. നിങ്ങൾക്കറിയാം, പാൻ ഡൗണായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നവര്. You know how they have their pant below the waistline. ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോ ഇത് ഇൻമേറ്റിന്റെ ജയിൽ പുള്ളികളുടെ ഇടയിൽ തുടങ്ങിയതായിരുന്നു. And when I studied about this, where this trend actually started, it started off from the jail. അവർക്ക് ബെൽറ്റ് കൊടുക്കാനൊക്കത്തില്ല. ബെൽറ്റ് കെട്ടിയാൽ അവർ അതുകൊണ്ട് സൂയിസൈഡ് എന്ന് പേടിച്ചു. അതുകൊണ്ട് പാൻസ് ഒക്കെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. In the prison, you cannot give them a belt; they'll commit suicide. Therefore, their pants are below the waist. നമ്മൾ ആരും ജയിൽ പുള്ളികളല്ലല്ലോ, ഓട്ടൊന്നും വിടരുത്. We are not in the prison, therefore, don't have an attire like that. തന്നെയുമല്ല, ഇത് കുറച്ചുകൂടെ കടന്നു പറയുമ്പോൾ ഇത് ഒരു ഗേ ഗ്രൂപ്പിന്റെ ഡ്രസ്സാണ്. അതുകൊണ്ട് ആ ഡ്രസ്സിലേക്ക് നമ്മളാരും പ്രവേശിക്കരുത്. But if I were to say this again, this is an attire that is actually worn by certain gay groups. Therefore, none of us should have an attire such as that. ഇനിയും പെൺകുട്ടികളുടെ കാര്യം ഒത്തിരിയൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചർച്ചിലൊന്നും ആരുടെയും കാര്യമല്ല കേട്ടോ. We're not talking about anybody in this church, but we have heard about many things about girls. വളരെ നീളം കുറഞ്ഞ ഡ്രസ് ഇട്ടോണ്ട് പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ പേരൻസ് സമ്മതിക്കത്തില്ല. You want to wear something as short as possible, but my parents are not letting me. എന്നാൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയല്ല അല്ല ഞാൻ കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്ന് നീളമുള്ള അത് ഇട്ടോണ്ടായി ഇറങ്ങുന്നത്. ബേസ്മെന്റ് ചെന്നത് ചുരുട്ടി മേലോട്ട് കെട്ടിയിരുന്ന നീളം എന്ന് പറയും. And it did not happen in Philadelphia. I heard about this girl. When she gets out from the house, she has a long and good attire. But as soon as she goes to the basement, she curls it down and makes it as short as possible before going out. പെന്തക്കോസ്തുകാരുടെ വീട്ടിലുള്ള കാര്യമായി ഞാൻ പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടിയും ആ പറഞ്ഞൊക്കെ ഇപ്പൊ ഒരു വല്ലാത്ത ട്രാജഡിയിലായിരിക്കുന്നു. അവിടെ നാം വളരെ സൂക്ഷിക്കണം. യോഗ്യമായ വസ്ത്രധാരണം ധരിച്ചു വേണം പോകുവാനായി. Talking about what happened in the Pentecostal family right now, they're suffering as a result of it. Therefore, let us be very careful when we wear the attire before God. ഞാൻ കേട്ടിട്ടുള്ളതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും കേട്ട് കാണും. Most of you have heard more things than I have. ഒരു ദൈവവേദനയാണ് ഞാൻ എന്നുള്ളത് സ്കൂളിലും കോളേജിലും ജോലി സ്ഥലത്തും എല്ലായിടത്തും വെളിപ്പെടണം. Wherever you are in your school, in your workplaces, you need to have the assurance that you are a child of God. അതുപോലെ തന്നെ എല്ലാരും വെളുത്തത് വിട്ട് ചില ഗ്രൂപ്പ് ചെയ്യുന്ന പോലെ സൗകര്യമാർ ഇത്രയും നീളമുള്ള കൈയുള്ള ചട്ടയോ ബ്ലൗസോ ഇട്ടുകൊണ്ട് നടക്കണമെന്നല്ലോ അല്ല ഞാൻ പറഞ്ഞത്. എന്നെ നിങ്ങളെ കാണുമ്പോൾ ഒരു ദൈവവേദനാണെന്നുള്ളത് ബോധ്യമാകത്തക്ക രീതിയിൽ വേണം വേഷവിധാനങ്ങൾ. I'm not trying to instruct you on the right way or the right clothes to wear, but what I'm saying is that you need to understand that you are a child of God and therefore have your attire appropriately. ആ
ആഗ്രഹിക്കുന്നത്. What you wear shouldn't show the lavishness that you have, or so that other people might look at you. The word of the Lord teaches us that dress appropriately. ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വെഡിങ് റിംഗ് വലിയ പ്രാധാന്യമേറിയതായി വന്നുകൊണ്ടിരിക്കുകയാണ്. In these days, the wedding ring is of great importance, even in the Pentecostal era. ഞാൻ മണിക്കൂറുകൾ ഇന്റർനെറ്റിൽ പരിശോധിച്ചപ്പോൾ ഇതൊന്നും വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലോ ക്രിസ്ത്യൻസിന്റെ ഇടയിലോ തുടങ്ങിയതല്ല. And when I examined the word of God and also from the internet, this did not happen in the Pentecostal church. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയരുടെ ഇടയിൽ ആരംഭിച്ച ഒരു പരിപാടിയാണിത്. This was a tradition that actually happened or started in Babylon. ഒരു സർപ്പം അതിന്റെ വാലെ കടിക്കുന്നതാണ് ഇങ്ങനെ റൗണ്ടായി റിംഗ് പോലായിരിക്കുന്നത്. ഇതിന്റെ എല്ലാം മീനിങ് ഇങ്ങനെ ജാതികമായ ആചാരങ്ങളാണ്. And there are different meanings to this ring as well. What they say is that a snake actually bit on its own tongue, therefore forming a circle. That is where the origination of the ring came about to be. അത് പാപമാണെന്നോ അതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നോ നരകത്തിൽ പോകുന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ഒരു ദൈവത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ചു വേണം ഹാൻഡിൽ ചെയ്യുവാനായി. Because you have that you're going to hell or that is wrong, that is not what I'm trying to say. But wherever you do, whatever you do, you have to handle these things with great care. ഒരുപാട് കാര്യങ്ങൾ പെന്തക്കോസ്ത് സഭയിൽ മറ്റുള്ളവര് വല്ലതും പറയുമെന്ന് പേടിച്ച് ചെയ്യാതിരിക്കുന്നവരുണ്ട്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യാതിരിക്കുക അല്ലാതെ ഫോഴ്സ് കൊണ്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ലെന്നാണ് എന്റെ വിശ്വാസം. And I believe that if you're forced of not wearing something, or if you're forced to obey in a certain way, that is not true. Let us obey God and understand and fear God, and that should be the reason why we should have a life of holiness and separation. നമ്മൾ വിശുദ്ധരായി ജീവിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The Lord wants us to have a life of separation. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചുവല്ലോ, ഡോക്ടർ ബോയ്സ് എന്ന് പറയുന്ന ലേഖ്യകാരനായ ദൈവദാസൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറയുന്നു, ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ 900 ടൈംസിൽ ദൈവം പറഞ്ഞിരിക്കുന്നു, ഐ ആം ഹോളി, ഞാൻ വിശുദ്ധനാണ്, ആകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്നാണ്. And Dr. Boyce, he's passed away, and he's from Philadelphia. He said like this, when he examined the word of God 900 times, the Lord says, I am holy, I am holy. ഒരു വലിയ ലാർജ് വുമൺ, ഒത്തിരി വണ്ണമുള്ള ഒരു സ്ത്രീ, a large woman who was a large fat woman. അവർക്ക് ഒന്ന് സ്ലിം ആകണമെന്ന് താല്പര്യമുണ്ട്. She wanted to slim down. ഒരു ഡയറ്റ് എക്സർസൈസും ചെയ്യുന്ന ഒരു ക്ലബിൽ അവൾ പോയി ചേർന്നു. So she started joining a diet and exercise club. അവിടുത്തെ സൂപ്പർവൈസർ വന്നിട്ട് ഒരു കാര്യമാണ് ചെയ്തത്. And the supervisor of that club came to her and she did something. ഒരു മിററിന്റെ മുന്നിൽ അവളെ കൊണ്ട് നിർത്തി. She brought this large woman in front of a mirror. അവളോട് പറഞ്ഞു, നിനക്ക് എത്ര സൈസിലുള്ള എത്ര വണ്ണമുള്ള രൂപത്തിലാകണമെന്ന് ചോദിച്ചു. She asked her, what type of dress would you like to fit into? അവൾ ഒരു ഷെയ്ഡ് പോലെ അവൾ പറഞ്ഞ രൂപത്തിൽ മിററിൽ ഒരു രൂപത്തെ അങ്ങ് വരച്ചു വെച്ചു. And she in her mind she had a figure and she started drawing on the mirror. എന്നിട്ട് പറഞ്ഞു, നിന്റെ ജോലി നീ എക്സർസൈസ് ചെയ്തോ ഡയറ്റ് ചെയ്തോ ഈ ഷേപ്പിലാകണമെന്ന് പറഞ്ഞു. And said that okay, you exercise, you diet, but you have to be this figure that you just drew. എല്ലാ ആഴ്ചയിലും അവള് വരും. Every week that she came to the gym. മിററിന്റെ മുന്നിൽ ഈ വരച്ചു വെച്ച പ്രത്യേക രൂപത്തിന്റെ ആ ഷാഡോയുടെ മുന്നിൽ വന്ന് നിൽക്കും. And she comes and stands in front of the silhouette that she drew. ആ ഷാഡോ ഔട്ട്ലൈനിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മിക്കവാറും ഔട്ട്ലൈനിന്റെ വെളിയിലായി ബോഡിയൊക്കെ നിൽക്കുന്നത്. And most times she is outside the silhouette that she drew. എന്നാൽ ഇവൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തു. But she is working very hard to get there. ഒത്തിരി എക്സർസൈസ് ചെയ്തു. She is exercising a lot. അതിന്റെ പെയിനൊക്കെ ഒത്തിരി സഹിച്ചു. And she suffered a lot of pain as a result. പിറ്റേ ആഴ്ച നോക്കി വണ്ണവും വെയിറ്റും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വരച്ചതിന്റെ വെളി കമ്മി അടക്കം ഇപ്പോഴും. Next week she looked her weight again, checked her weight again. She has lost some weight, but she's not quite there yet. അവളുടെ ലക്ഷ്യമല്ല ഈ ഇമേജിനോട് ഒത്തുവരുന്ന അതിന് ചേരുന്ന രീതി വരണം. Her aim is that she needs to fit into the silhouette that she drew. അതിലെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ദിവസം അവള് വന്ന് നോക്കി. ആ വരച്ചു വെച്ച ആ ഇമേജിന്റെ അതേ രൂപത്തിൽ അവൾ വന്നു ചേർന്നു. And after a couple of weeks and after a long period of time, she came back one day, stood in front of that mirror, and she fit into the silhouette that she drew. നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ അനുരൂപമായി രൂപാന്തരപ്പെടുക. Our aim should be that we fit into the silhouette of Jesus Christ. In His image, അവന്റെ ഇമേജിനോട് രൂപാന്തരമാക്കുവാൻ പെയിനും സഫറിങ്ങും ഡിസിപ്ലിനും ഇതെല്ലാം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് ആവശ്യമാണ്. When we conform to the image of Jesus Christ, we need to go through
വലിയൊരു കല്ലിൽ നിന്നൊരു സിംഹത്തെ കൊത്തിയെടുക്കാൻ ഒരാൾ ശ്രമിക്കുകയാണ്. A sculptor tries to sculpt out a great lion from a big rock. ആളുകളൊക്കെ ചോദിച്ചു, ഇതൊരു വലിയ ഹാർഡ് വർക്ക് ആണല്ലോ എന്ന് പറഞ്ഞു. Everybody asked him, isn't this going to be a hard task for you? എന്ന് പറഞ്ഞു, ഹാർഡ് വർക്ക് ഒന്നും അല്ല, വളരെ ഈസി ആണെന്ന് And പറഞ്ഞു. he said that it's not a hard work, it's very easy to do. അതെന്താണെന്ന് ചോദിച്ചു. They asked him, why do you say that? സിംഹത്തിന്റെ ഷേപ്പ് വരാത്തതെല്ലാം ഞാനെങ്കിൽ എത്തിക്കളയാമെന്ന് പറഞ്ഞു. Whatever is not the shape of a lion, I carve it out. സിംഹമായിട്ട് രൂപാന്തരപ്പെടാത്ത അല്ലെ അതിന്റെ ഷേപ്പിന് പറ്റാതിരിക്കുന്നത് എന്തൊക്കെ ഉണ്ടോ കൊത്തി എടുത്തെടുത്ത് കളയും. ഒടുവിൽ ഇതൊരു സിംഹമായിട്ടൊക്കെ തീരുമെന്ന് പറഞ്ഞു. Everything that is not part of the image of a lion, I carve it out, and then finally it becomes a lion. യേശുക്രിസ്തുവിന്റെ രൂപത്തിന് അനുരൂപമാകാത്ത വേഷങ്ങളോ നടപ്പുകളോ ജീവിത രീതിയോ പ്രവൃത്തിയോ കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് വെട്ടിമാറ്റേണ്ടത് വെട്ടിമാറ്റി അവന് വേണ്ടി കാത്തിരിക്കാനാണ് ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. So that we might be able to carve out everything that is not in the image of Christ and to carve those things out from our life. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവസഭയെക്കുറിച്ച് നാം വായിക്കുന്നു. We read in Revelation about the Church of God. ദൈവസഭയെക്കുറിച്ച് വായിക്കുന്നത് 19 അധ്യായം 7-8 വാക്യങ്ങളിലാണ്. Chapter 19 verses 7 and 8. അവന്റെ കാന്ത ഒരുങ്ങിയിരിക്കുന്നു. And his bride is ready. അതിന്റെ അടുത്ത വാക്യം, അവൾ എങ്ങനെയുള്ള ഫൈൻലിനൻ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. And she is wearing fine linen, bright and clean, and that was given to her to wear. എന്നാൽ വെളിപ്പാട് 17 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, And when we read from Revelation 17 verses 3 to 5, അവിടെ ബാബിലോണിനെ കുറിച്ച് വായിക്കുന്നു. we read about Babylon. 16 വാക്യത്തിലും വായിക്കുന്നു. And we also read that in chapter 18 verses 16. അവിടെ കാണുന്ന സ്ത്രീയെ കുറിച്ച് പറയുന്നത്, It talks about the woman that is written here. ധൂമ്രവസ്ത്രവും കടിഞ്ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച്, And she is dressed in purple and scarlet. പൊന്നും രക്തവും മുത്തുമണിഞ്ഞ്, And she was glittered with gold. വേശ്യാവൃത്തിയുടെ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന, സ്വർണ്ണപാത്രം കയ്യിൽ She പിടിച്ചുകൊണ്ടിരിക്കുന്ന had a കാന്ത. golden cup. Hallelujah. എന്നാൽ ദൈവസഭയോ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്നു. But you see the Church of God, the bride of Christ, wearing the sweet and white linen. അക്ഷരികമായി വെള്ളവസ്ത്രം എന്നുള്ളതല്ല, ഒരു ദൈവവേദന യോഗ്യമായ രീതിയിൽ വേണം ഒരു ദൈവവേദന വസ്ത്രധാരണത്തിലായിരിക്കേണ്ടത്. What does this white cloth mean? It means that you need to have the proper attire when you come before God. അവളുടെ ഇത്രയും പറഞ്ഞു പാസ്റ്റർ ഇന്നതാകാം ഇന്നതാകില്ല എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. Some people might think pastor said all this, you might have meant this or that. ഞാൻ ആദ്യം പറഞ്ഞ ആ ഇല്ലസ്ട്രേഷൻ ഓർത്തിരിക്കണം. And please remember the illustration that I gave in the beginning. ഒരു കുടുംബത്തിന് ഒരാൾക്ക് നല്ല ഷർട്ടുണ്ട്, ആ ഷർട്ടും കൊണ്ട് കല്യാണത്തിനും എല്ലാം പോകുന്നത്. And a person in the family had a good shirt. He went to the wedding, to all the weddings and good functions with that shirt. എന്നും കഴുകത്തില്ല, എന്നും തേക്കത്തില്ല. And he would never wash it. He would never iron it. പോകാൻ നേരത്തെ എടുത്ത് ജനലിന്റെ അടുത്ത് കൊണ്ടൊന്ന് നോക്കും, ഇത് ചെളിയുണ്ടോ അഴുക്കുണ്ടോ. And he takes it right before he leaves and wears it. He takes it to the window and see if there is anything dirty on it. ഭാര്യ അങ്ങോട്ട് പറഞ്ഞു, if it is doubt, it is dirty. And the wife said that if you are in doubt, then it is dirty. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് dirty, അത് ഇടരുത്. And if you have a doubt, then it is dirty. Don't wear it. Hallelujah. ആത്മജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങൾ വേണോ വേണ്ട എന്നുള്ള ചോദ്യമൊക്കെ ആത്മീയമായി നാം തടുത്തിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. In our